അടിയന്തരാവസ്ഥക്കാലത്ത് കണ്ണൂർ സെൻട്രൽ ജയിലിലെ തന്നെ ഇടിച്ച പോലീസുകാർ തളർന്നു വീണിട്ടും ചിരിച്ചു നിന്ന പിണറായി വിജയനാണ് പാവപ്പെട്ട യൂത്ത് കോൺഗ്രസ്സുകാർ ഒരു കരിങ്കൊടി കാണിച്ചപ്പോൾ തൻ്റെ അനുയായികളെ വിട്ട് ഒരു വികലാംഗനെ അടക്കം തല്ലിച്ചതച്ചതെന്ന് പറയുമ്പോൾ താങ്കൾക്ക് അതിൽ അഭിമാനം തോന്നും. പക്ഷേ ഞങ്ങളെപ്പോലുള്ള കേരളീയർക്ക് അപമാനമാണ് ശ്രീ അസ്കർ. അപമാനം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം അപമാനം. ഒരു രാഷ്ട്രപതിയുടെ വില എന്താണെന്ന് കാണിച്ചു തന്ന വ്യക്തിയാണ് സെയിൽ സിംഗ്. തന്നെ നിയമിച്ച രാജീവ് ഗാന്ധിയോടും രാജീവ് ഗാന്ധിയുടെ അമ്മയോടും യാതൊരു കൂറും പുലർത്താതെ തപാൽ നിയമത്തിൻ്റെ ബില്ല് അയച്ചപ്പോൾ അത് തിരസ്കരിക്കുകയും അത് പിൻവലിക്കാൻ രാജീവ് ഗാന്ധിയെ പ്രേരിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ് ആര്? സെയിൽ സിംഗ്. അതുപോലെ തന്നെ ഒരു ലോകസഭയുടെ നടത്തിപ്പ് എങ്ങനെ വേണമെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തിയതാണ് തൻ്റെടിയായ നട്ടെല്ലുള്ള സോമനാഥ് ചാറ്റർജി എന്ന് പറയുന്ന സ്പീക്കർ. അതുപോലെ തന്നെ എടുത്തു പറയാവുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ ആരിഫ് മുഹമ്മദ് ഖാനെ എന്ന് എന്നെപ്പോലുള്ളവർ പറയാതിരിക്കുമ്പോഴും അത് അങ്ങനെയാണെന്ന് നാളെ എനിക്ക് പോലും പറയിപ്പിക്കേണ്ട അവസ്ഥ വരുത്തിയിരിക്കുന്നത് താങ്കളെ പോലുള്ളവരാണ്. താങ്കൾ ഈ ദൈവിക പരിവേഷം ചാർത്തിക്കൊണ്ട് ഈ മറ്റേ ആർഷോയെ പൊക്കി പറഞ്ഞല്ലോ. ആർഷോ കുറ്റക്കാരനാണെന്ന് തെളിയിക്കട്ടെ കോടതി, എന്നിട്ട് അദ്ദേഹത്തെ ക്രിമിനൽ എന്ന് പറയാമെന്ന്. സാർ, ഞങ്ങൾ കണ്ടതാണ് സാർ, ഒരു പെൺകുട്ടിയെ, ഒരു ദളിത് പെൺകുട്ടിയെ അങ്ങേയറ്റം മുടിക്കുത്തിന് പിടിച്ചുകൊണ്ട് മഹാഭാരതത്തിൽ പാഞ്ചാലിയെ അപമാനിച്ചതുപോലെ അപമാനിക്കുന്നത് ഞങ്ങൾ കണ്ടതാണ്. ആ വ്യക്തിയെ ഞങ്ങൾ ദൈവമായി ഞങ്ങൾ അംഗീകരിക്കണമെന്ന് താങ്കൾ എങ്ങനെയാണ് പറയുക? ആ പെൺകുട്ടി പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അന്നത്തെ നേതാവിന് നട്ടലില്ലാതെ പോയി. നട്ടലിലെ AKG സെൻട്രൽ പണയം വെച്ച് അദ്ദേഹം ഇന്ന് നിലവിലില്ല. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പറയട്ടെ, ഒരു നേതാവും ഇത്രയധികം തരം താഴരുത്. അത്രത്തോളം തരം താഴ്ന്നതുകൊണ്ട് ആ പെൺകുട്ടിയുടെ പീഡനം, ആ പെൺകുട്ടിക്കേറ്റ പീഡനം കേരളത്തിൽ സംസാര വിഷയമായില്ല. കാരണം അത് അവരുടെ പാർട്ടി ഏറ്റെടുത്തില്ല. ആ വ്യക്തിയെയാണോ ഞങ്ങൾ ആരാധിക്കേണ്ടത്? ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിദേശ നിക്ഷേപം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ ലോകം ആദരിക്കുന്ന ഒരു വ്യക്തി വന്നപ്പോൾ ചെകിടത്തടിച്ച ആ വ്യക്തി താങ്കൾക്ക് ആദരണീയനാകും. അദ്ദേഹത്തെ കോടതി ശിക്ഷിക്കുന്നത് വരെ താങ്കൾ അദ്ദേഹത്തെ ആദരണീയൻ എന്ന് വിളിക്കും. പക്ഷേ ഞങ്ങൾക്കത് ക്രിമിനലാണ് സാർ. പിന്നെ നിങ്ങൾ ചെയ്തിട്ടുള്ള കടുങ്കൈ എന്താ പറയുക, പുഷ്പനെ അറിയാമോ? ഇവിടെ പറഞ്ഞവരിൽ നിന്നെല്ലാം മാറ്റി നിർത്തി ഞാൻ പറയുകയാണ്. നിങ്ങൾ ഈ 5 ശവശരീരത്തിൽ കൂടി ചവിട്ടിയിട്ടാണ് പിണറായി വിജയൻ്റെ 2 മക്കള് സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിട്ട് അവരിന്ന് കോടീശ്വരന്മാരായിട്ടുണ്ടെങ്കിൽ ഈ 5 പാവപ്പെട്ടവൻ്റെ മൃതദേഹത്തിലൂടെ ചവിട്ടിപ്പോയിട്ട് സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിട്ടാണ്. അപ്പം ഇത്തരം കാര്യങ്ങൾ മറന്നുകൊണ്ട് അതിനേക്കാൾ നിങ്ങൾ ചെയ്ത ക്രൂരതയാണ് എന്ത്? അവസാന കാലത്ത് MP രാഘവൻ, ഈ പ്രശ്നം അവിടെ ഉണ്ടാകും, ഈ വെടിവെപ്പ് അവിടെ ഉണ്ടാകും, അവിടേക്ക് പോകരുതെന്ന് അന്നത്തെ പോലീസ് DYSPയും അന്നത്തെ സൂപ്രണ്ട് ഓഫ് പോലീസും അദ്ദേഹത്തെ ഉപദേശിച്ചിട്ട് പോലും എൻ്റെ പ്രസ്റ്റീജിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി വെടിവെപ്പ് ഉണ്ടായിട്ട് 5 സഖാക്കളെ രക്തസാക്ഷികളാക്കിയ ആ വ്യക്തിയെ അവസാനം നിങ്ങൾ ഈ CPMലേക്ക് തിരിച്ചെടുത്തത് കേരളത്തിനോട് കൊഞ്ഞനം കുത്തിക്കൊണ്ടായിരുന്നുള്ള കാര്യം മറക്കരുത്. ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്യാൻ പോകുന്നതും ഒക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കുക. 679 നിയോജക മണ്ഡലങ്ങളിൽ ഇന്ത്യയിൽ മത്സരിച്ചുകൊണ്ട് ഉണ്ടായിരുന്ന 2 സീറ്റ് നഷ്ടപ്പെട്ടിട്ട് കേരളം പാവയ്ക്ക പോലുള്ളൊരു കേരളത്തിൽ മാത്രം ഒതുങ്ങേണ്ടി വന്ന സാഹചര്യത്തെ വിലയിരുത്തിക്കൊണ്ട് മുൻപോട്ട് പോവാൻ താങ്കളിപ്പോൾ വാദിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയും തയ്യാറായിട്ടില്ലെങ്കിൽ ഒരു 10 കൊല്ലം കഴിഞ്ഞ സാർ ബംഗാളിലെ അവസ്ഥയിലേക്ക്, അതായത് ഇപ്പോൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ചായ അടിക്കുകയും ഏരിയ കമ്മിറ്റി സെക്രട്ടറി റോഡ് പണിയുകയും ചെയ്യുന്ന അവസ്ഥയില്ലേ, അത് കേരളത്തിലും സംജാതമാകും. പക്ഷെ 10 വർഷം വേണം. ഞങ്ങളുടെ കോൺഗ്രസ് പോരാ, സേനാപതി വേണു ഇതിന് മറുപടി പറയണം. അതുകൊണ്ട് ആ നിലയിലേക്ക് എത്താതിരിക്കാൻ ശ്രമിക്കുക ഇത്തരം ന്യായീകരണങ്ങൾ നിരത്തും മുമ്പ്. ഹരിദാസ്, വളരെയധികം നന്ദി.